ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് പൊടി ഇഡ്ഡലിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇഡ്ഡലിപ്പൊടി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഉഴുന്നാട്ടാ ചേർക്കുന്നത്. മുഴുവനായാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഉഴുന്നൊന്ന് വറുത്തെടുക്കാനുണ്ട്. ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഇഡ്ഡലിപ്പൊടി പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. നമ്മുടെ നാട് മാറുന്നോറും ഇഡ്ഡലിപ്പൊടിൻ്റെ ആ ഒരു റെസിപ്പി മാറിക്കൊണ്ടിരിക്കും. ഇൻഗ്രീഡിയൻസിൽ ചേഞ്ചസ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഇതാ ഈ ഒരു രീതിയിൽ കളർ അങ്ങനെ ചേഞ്ച് ആക്കി എടുക്കാം. കരിഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിൽ കളർ ചേഞ്ച് ആക്കിയിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ ഉഴുന്ന് അവിടെ മാറ്റി വെക്കാം. ഞാൻ ആ സെയിം പാനിലേക്ക് ഞാനിതാ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/4 കപ്പ് കടലപ്പരിപ്പുണ്ട്. ഈ കടലപ്പരിപ്പും നമുക്കൊന്ന് വറുത്തെടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ഒന്നിച്ചിട്ടിട്ട് അങ്ങനെയായാലും വറുത്തെടുക്കാം. പക്ഷെ കുറച്ചും കൂടി ബെറ്റർ സെപ്പറേറ്റ് ആയിട്ട് വറുക്കുന്നതായിരിക്കും. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കടലപ്പരിപ്പും ഈ ഒരു രീതിയിൽ തന്നെ വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ അങ്ങനെ കളർ ചേഞ്ച് ആക്കി എടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കി കാണിക്കുന്നതേ ഉള്ളൂ. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കടലപ്പരിപ്പ് അവിടെ മാറ്റി വെച്ച ശേഷം നമുക്ക് ഈ സെയിം പാനിലേക്ക് ഒരു 1/4 കപ്പ് അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചരിയാട്ടം എടുത്തത്. പിന്നെ അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യുമിൻ സീഡ്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറുത്ത എള്ളാട്ടാ ചേർത്തത്. കറുത്ത എള്ളില്ല എങ്കിൽ വെളുത്ത എള്ള് ചേർത്താലും മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം. അരിയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 6 പീസ് മുളക് എടുത്തിട്ടുണ്ട്. മുളക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ കായാണുള്ളതെങ്കിൽ ഈ ഒരു സമയത്ത് കായം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തിട്ടെടുക്കാം. ഞാനിപ്പോൾ കായത്തിൻ്റെ പൊടിയാട്ടെ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ കായ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അങ്ങനെ വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മുളകും കൂടി വറുത്തെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചൂടൊന്ന് ആറി വരട്ടെ. എന്നിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് എല്ലാം ഒന്നിച്ചൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ചെറിയ ജാറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കായത്തിൻ്റെ പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് അങ്ങനെ പൊടിച്ചെടുക്കണ്ട, ചെറിയൊരു തരിയോട് കൂടിയിട്ട് അങ്ങനെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി ഇഡ്ഡലി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിതാ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെറിയ ചെറിയ ഇഡ്ഡലി ആക്കി എടുക്കേണ്ടിട്ട് ഞാൻ കുറച്ച് മാവാട്ടാ എല്ലാത്തിലും ഒഴിക്കുന്നുള്ളൂ. പിന്നെ ഇഡ്ഡലിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് കാണിക്കാത്തത്. അപ്പോൾ ഇഡ്ഡലിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ചായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇഡ്ഡലി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ ഇഡ്ഡലിൻ്റെ വലുപ്പത്തിൽ തന്നെ ചെയ്തെടുത്തിട്ട് 2 പീസായിട്ടോ 4 പീസായിട്ടോ അങ്ങനെ കട്ട് ചെയ്തിട്ട് പൊടി ഇഡ്ഡലി റെഡിയാക്കി എടുത്താലും മതി. അതല്ല എങ്കിൽ ചെറിയ ചെറിയ ഇഡ്ഡലിൻ്റെ തട്ടുണ്ടെങ്കിൽ അതിൽ ഇഡ്ഡലി ചെയ്തെടുത്താലും മതി. അപ്പം ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് മാവ് വെച്ചിട്ട് അങ്ങനെ ചെറിയ ഇഡ്ഡലി ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ പൊടി ഇഡ്ഡലി 2 രീതിയിൽ സെർവ് ചെയ്യും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഇഡ്ഡലി പൊടിയും
ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് അതിലേക്ക് എള്ളെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചിട്ട് രണ്ടും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആക്കിയെടുത്ത് ഇഡ്ഡലി ഈ ഒരു പൊടിയിൽ മുക്കിയിട്ട് അങ്ങനെ കഴിക്കും. അതല്ല എങ്കിൽ കടുകിലിട്ടിട്ട് വറുത്തെടുത്ത ഒരു റെസിപ്പിയും കൂടി ഉണ്ട്. അപ്പോൾ അതാട്ടാ ഞാൻ ഇതിൽ കാണിക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയതാ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇഡ്ഡലി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇഡ്ഡലി തട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഇതിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ പൊടി ഇഡ്ഡലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ അതിന് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ടാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നല്ലോണം ചതച്ചിട്ട് എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ മതി. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത് ആ ഒരു ഇഡ്ഡലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലിപ്പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങൾ എത്രയാണോ ഇഡ്ഡലി ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണ് അങ്ങനെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി ആട്ടാ ചേർത്തത്. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ അങ്ങനെ ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി അല്ല ചേർത്തത്. എന്നഥവാ നിങ്ങൾക്ക് അങ്ങനെ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി അങ്ങനെ സ്കിപ്പ് ചെയ്യുക, ചേർക്കണമെന്നില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് ആ ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഈ ഒരു ഇതിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടാവും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലിപ്പൊടി ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വെക്കാം. അപ്പോൾ നമ്മളെ പൊടി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.